1980-കളിൽ ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം. ദൂരദർശനിൽ ആഴ്ചയിൽ 1-2 ദിവസം വരുന്ന ഹിന്ദി സിനിമകൾ മാത്രമാണ് TV പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന സിനിമകളായി അന്നുണ്ടായിരുന്നത്. മലയാള സംപ്രേഷണം തുടങ്ങിയതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം മലയാള സിനിമ, ശനിയാഴ്ച ദിവസം വൈകിട്ട് മലയാള സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെയായിരുന്നു കൂടുതലും ഹിന്ദി സിനിമകളും ഹിന്ദി പ്രോഗ്രാമും മാത്രമായിരുന്നു നമുക്ക് ദൂരദർശനിൽ കാണാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ എല്ലാ ഞായറാഴ്ചകളിലും രാമായണം പോലെയും മഹാഭാരതം പോലെയുള്ള സീരിയലുകളൊക്കെ ഈ ഞായറാഴ്ച ഒരു പ്രഭാത ഭക്ഷണത്തിന് ശേഷം ദൂരദർശന് മുന്നിൽ ഇരിക്കുന്നത് അന്നത്തെ ഒരു തലമുറയുടെ ശീലമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ദൂരദർശന് മുന്നിൽ ഇരുന്ന് നമ്മൾ ഈ ഓരോരോ പ്രോഗ്രാമുകൾ രാവിലെ 9 മണി മുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇടയ്ക്ക് രാമായണം ഉണ്ടായിരുന്നു. രാമായണത്തിന് ശേഷം മഹാഭാരതമാണ് വന്നത്. 80കളുടെ അവസാനം ആണ് രാമായണം ഉണ്ടായിരുന്നത്. 80കളുടെ 85-86 കാലഘട്ടത്തിൽ ദൂരദർശനിൽ എല്ലാ ഞായറാഴ്ചയും ഒരു സ്റ്റാർ ട്രെക്ക് എന്ന് പേരുള്ള ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് സീരിയൽ. അപ്പോൾ ആ ഇംഗ്ലീഷ് സീരിയലിൽ ഒരു സ്പേസ് ഷിപ്പാണ്. അതിൻ്റെ ഒരു സ്പേസ് ഷിപ്പിൽ യാത്ര ചെയ്യുന്ന കുറേ ആളുകൾ. അവർ ഓരോ ആഴ്ചയിലും ഉള്ള ഓരോ എപ്പിസോഡിലും അവർ ഓരോരോ ഗ്രഹങ്ങളിൽ പോവുകയും അവിടെ അവർക്കുണ്ടാവുന്ന നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും ഇതൊക്കെയാണ് ആ സ്റ്റാർ ട്രെക്ക് എന്ന് പറഞ്ഞ സീരിയലിനകത്ത് സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്റ്റാർ ട്രെക്ക് സീരിയൽ എന്നും ഒരു 10-11 മണി സമയത്തായിരിക്കും ഒരുപക്ഷെ എല്ലാ ഞായറാഴ്ചയും ദൂരദർശനിൽ വരാറുള്ളത്. ആ സമയത്ത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും അന്ന് കറണ്ട് പോകുന്നത് ഒരു പതിവ് പരിപാടിയായിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം, ഇന്നത്തെ പോലെ ഞായറാഴ്ചയല്ലേ, എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ, അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ദിവസം കറണ്ട് കട്ട് ചെയ്യേണ്ട, KSEBക്ക് അന്ന് പണി ചെയ്യേണ്ട ഒരു ദിവസമായിട്ട് അവർ ഇന്ന് കണക്കാക്കുന്നില്ലെങ്കിലും അന്ന് KSEB ഞായറാഴ്ച ദിവസം ഈ പവർ ഫെയിലിയറും മറ്റും ചെക്ക് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർ ഞായറാഴ്ച ദിവസം കറണ്ട് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിലപ്പോൾ 12-1 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ഈ കറണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ചിന്ത ഇന്ന് സ്റ്റാർ ട്രെക്ക് കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ സ്റ്റാർ ട്രെക്ക് സീരിയൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ സ്റ്റാർ ട്രെക്ക് സീരിയലിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയതിനുള്ള കാരണം, ഈ സ്റ്റാർ ട്രെക്ക് സീരിയലിൽ സ്റ്റാർ ട്രെക്കിൽ ഈ സ്പേസ് ഷിപ്പിൽ ഉള്ള ഒരു ക്യാപ്റ്റനുണ്ട്, വില്യം ഷാറ്റ്നർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ആ റോള്, സ്പേസ് ഷിപ്പിലെ ക്യാപ്റ്റൻ്റെ റോള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഈ വില്യം ഷാറ്റ്നർ എന്ന് പറഞ്ഞ ആളിന് ഇപ്പോൾ 92 വയസ്സായി. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വില്യം ഷാറ്റ്നറിൻ്റെ ഫോട്ടോയും ഇപ്പോൾ 92 വയസ്സിലുള്ള വില്യം ഷാറ്റ്നറിൻ്റെ ഫോട്ടോയും എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് സ്റ്റാർ ട്രെക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഈ സ്റ്റാർ ട്രെക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രായത്തിൽ, എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവുന്ന ഒരു സീരിയലാണ് ഈ സ്റ്റാർ ട്രെക്ക്. അതുപോലെ അന്നത്തെ തലമുറയെ സ്ക്രീനിന് മുന്നിൽ കൊണ്ടുവന്നിരുത്താൻ, ദൂരദർശന് മുന്നിൽ പിടിച്ചിരുത്തിയ മറ്റൊരു സീരിയലും കൂടെ ഉണ്ട്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വൈകിട്ട് 5:30-ന് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ജയൻറ്റ് റോബോട്ട്. ഈ ജയൻറ്റ് റോബോട്ടും ഈ സ്റ്റാർ ട്രെക്കും ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, അന്നത്തെ അന്ന് ആ 80s ഉണ്ടായിരുന്ന കുട്ടികൾ, സ്കൂൾ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, ഈ ജയൻറ്റ് റോബോട്ട് സ്റ്റാർ ട്രെക്കും കണ്ടിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും. ഇത് ഒരു 90കളോട് കൂടി തന്നെ സ്റ്റാർ ട്രെക്കും ഈ ജയൻറ്റ് റോബോട്ടും എല്ലാം ദൂരദർശനിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്തായാലും ഈ സ്റ്റാർ ട്രെക്കിനെ കുറിച്ചും ജയൻറ്റ് റോബോട്ടിനെ കുറിച്ചും ഇത്രയും ഓർക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഞാൻ. എന്തായാലും നിങ്ങളും എല്ലാം ഈ സ്റ്റാർ ട്രെക്കും ജയൻറ്റ് റോബോട്ടും കണ്ടിട്ടുള്ളവർ തന്നെ ആയിരിക്കും. എന്തായാലും ഈ വില്യം ഷാറ്റ്നറിൻ്റെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 92 വയസ്സായ വില്യം ഷാറ്റ്നറിൻ്റെ മുഖം, അന്ന് നല്ല ഗ്ലാമറുള്ള ഒരു വില്യം ഷാറ്റ്നറായിരുന്നു. ഇന്ന് ഒരു വയസ്സായ ഒരു അപ്പൂപ്പനെ പോലെ ഇരിക്കുന്ന ഒരു വില്യം ഷാറ്റ്നറാണ് ഫോട്ടോയാണ് ഈ ഫേസ്ബുക്കിൽ കാണാൻ കഴിയും.